ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള 3 അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സ് ആൻഡ് ഒരു മസ്റ്റർഡ് യെല്ലോ, ഒനിയൻ പിങ്ക് ആൻഡ് ടീൽ ബ്ലൂ 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് പാർട്ടി വെയർ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുന്ന രീതിക്കാണ് സൽവാർ സെറ്റ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ടിഷ്യൂ വിത്ത് ലിനൻ ഫിനിഷിലാണ് സൽവാർ സെറ്റ്സ് വന്നിട്ടുള്ളത്. നല്ലപോലെ ടിഷ്യൂയുടെ ഒരു ഗ്ലേസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലപോലെ ഒന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കും കൂടെയാണ്. നെക്ക് പോർഷൻ തൊട്ട് യോക്ക് പോർഷൻ വരെ നല്ല റിച്ചായിട്ട് നിൽക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറിയിലാണ് ഫുള്ള് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സീക്വൻസ് വർക്ക് കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റൗണ്ട് നെക്ക്, വി നെക്കിനേക്കാളും ഒരു റൗണ്ട് നെക്ക് വെച്ച് പ്ലേസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുന്നത്. ആൻഡ് ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സീക്വൻസ് വർക്ക് കൂടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയും ടിഷ്യൂ വിത്ത് ലിനൻ ഫിനിഷിൽ തന്നെ വന്നിട്ടുണ്ട്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്കൊരു ഹാൻഡ് എംബ്രോയിഡറിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ നമുക്കൊരു ഡിസ്ചാർജ് പ്രിൻ്റ് കൂടെ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര തിന്നായിട്ടാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. അതിന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചിൽ വരുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് 4 സൈഡിലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹൈലൈറ്റഡ് ആയിട്ടൊരു മിഷൻ എംബ്രോയിഡറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ലുക്ക്. കുറച്ചൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഫുള്ളി നമുക്കൊരു ഹാൻഡ് വർക്കാണ് റണ്ണിങ് സ്റ്റിച്ചിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതിലും നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ തൊട്ട് യോക്ക് പോർഷൻ വരെ നല്ല റിച്ചായിട്ട് നിൽക്കുന്നൊരു ഹാൻഡ് എംബ്രോയിഡറിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വർക്ക്. ദുപ്പട്ട എല്ലാ ടൈപ്പ് ഓഫ് ഫങ്ഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുന്ന രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത്. ദുപ്പട്ടയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വർക്ക് നിങ്ങൾ ഹാൻഡിൽ തന്നെ ചെയ്തിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചിൽ വന്നിട്ടുള്ള വർക്ക്. അത് ഒരു ഡിസ്ചാർജ് പ്രിൻറ്റിൽ വന്നിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഫുള്ള് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം. ആൻഡ് ലാസ്റ്റ് വൺ വരുന്ന ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. 3 നല്ലൊരു കളർ പാലറ്റിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ബോട്ടം സറ്റൂണിലാണ് വരുന്നത്. ഇതൊരു ഹാൻഡ് വർക്ക് ആയാലും ഡിസ്ചാർജ് പ്രിൻ്റ് ആയാലും ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം നല്ലൊരു ലുക്ക് തരുന്ന ഒരു പാറ്റേൺസിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് KSD 192. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2289 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇനി നമുക്ക് ഫുള്ള് ഈ ഒരു ഫെസ്റ്റീവ് സീസണൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഈവനിങ് ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരു ബ്രൈഡ്സിൻ്റെ കസിൻസിനായാലും ബ്രൈഡ്സിൻ്റെ അമ്മയ്ക്കായാലും നമുക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു പാർട്ടി വെയറിൻ്റെ കളക്ഷൻസാണ് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ, എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് നമുക്കൊരു മിഷൻ എംബ്രോയിഡറിയിൽ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സീക്വൻസ് വർക്കും ഒരു ബീഡിൻ്റെ ഒരു വർക്കും കൂടി സ്റ്റിക്ക് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും നല്ല റിച്ചായിട്ട് നിൽക്കുന്ന ഒരു മിഷൻ എംബ്രോയിഡറിയിൽ തന്നെ സീക്വൻസ് വർക്ക്, സീക്വൻസ് അല്ല ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ലോവർ പോർഷനിലും നല്ലപോലെ ഒരു മിഷൻ വർക്കിൽ തന്നെ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4859 പ്രൈസ് റേഞ്ചിലാണ് എല്ലാ കളക്ഷനും വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. നല്ലൊരു പേളിൻ്റെ ജ്വൽസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പെയർ ചെയ്തിടുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും. ഇനി നമ്മുടെ പ്രത്യേകിച്ച് ഈസ്റ്റേഴ്സൊക്കെ വരണമല്ലോ, അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സിന് ചർച്ച് വെയർ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനും കൂടെയാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. നല്ല റിച്ചായിട്ട് നിൽക്കുന്നത്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പല്ലുവിൻ്റെ പോർഷനിൽ ഇത്രയും വർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒത്തിരി വെയിറ്റ് ഇല്ലാതെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല്ലു കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ തിളങ്ങി നിൽക്കുന്നൊരു സ്റ്റോൺസൊക്കെയാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലോവർ പോർഷനിലാണ് കുറച്ചും കൂടെ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം ആയിട്ട് തന്നെ
ഇതിൽ ബ്ലൗസ് പീസിൻ്റെ സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കിൽ തന്നെ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രഷ്ഡ് ഓർഗൻസയിലാണ് സാരി വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ലുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ അല്ല, ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് ഇതിലും നമുക്ക് ഫുള്ളായിട്ട് സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ലൈറ്റ് ഷെയ്ഡ് അല്ല, കുറച്ചൊന്ന് ഡാർക്കർ പാലറ്റിലാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ലോവർ പോർഷനിൽ സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പർ പോർഷനിൽ സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോവർ പോർഷനിലാണ് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഫുള്ളായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ബ്ലൗസിൻ്റെ എൻഡിലും സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഒരു വർക്ക് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 649 എന്ന കോഡിൽ 4859 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ള കളക്ഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു പാർട്ടി വെയർ സാരി എപ്പോഴും നമ്മൾ ഒരേപോലത്തെ സാരീസൊക്കെ ഉടുത്ത് മടുത്ത്, ഇപ്പോൾ പട്ട് സാരീസൊക്കെയാണ് ഉടുത്ത് മടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരി കളക്ഷനും കൂടെയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു 3 ഷെയ്ഡ്സാണ്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഫുള്ളി വന്നിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പർ പോർഷനിലും ലോവർ പോർഷനും ഒന്ന് ഹെവി ആയിട്ട് നിൽക്കുന്ന ഹാൻഡ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനെ തന്നെ നമുക്ക് കവറപ്പ് ചെയ്ത് ഷുഗർ ബീഡ്സിൻ്റെയും ത്രെഡ്സിൻ്റെയും സ്കാലപ്പും കൂടെ വരുന്നുണ്ട്. ക്രഷ്ഡ് ഓർഗൻസയിലാണ് വന്നിട്ടുള്ളത്. ഓർഗൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആരും ചൂസ് ചെയ്യത്തില്ല, കാരണം ഒതുങ്ങി കിടക്കാത്തൊരു ഇത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ക്രഷ്ഡ് ഓർഗൻസിൽ വന്നിട്ടുള്ള ഈ ഒരു സാരി പ്ലീറ്റ്സൊക്കെ എടുത്താലും അതിന് കറക്റ്റ് എടുത്തതുപോലെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലീറ്റ്സൊക്കെയാണ്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്ന ഇതാണ് കേട്ടോ. നമുക്ക് ബോഡി പോർഷൻ വരുമ്പോൾ ഫുള്ളി നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ സാരിയുടെ 4 സൈഡിലാണ് നമുക്ക് ഈ ഒരു വർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത്. സെക്കൻഡ് കളർ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. എല്ലാം നമുക്ക് ഈ സെയിം വർക്കാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്വീക്കൻസി വർക്കും സ്വീക്കൻസി സ്റ്റിക്കി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഹെവി, കുറച്ചും കൂടെ ഒന്ന് ബ്രോഡായിട്ട് നിൽക്കുന്നതും കുറച്ച് റിച്ച്നെസ് ലുക്ക് തന്നെ ഈ സാരി കൊണ്ടുവരുന്നുണ്ട്. ഒരു ക്ലാസി ലുക്കാണ് കേട്ടോ. ഒത്തിരി ആഡംബരമൊന്നും ഇല്ലാത്തൊരു ക്ലാസി ലുക്കാണ് ഈ സാരി കൊണ്ടുവരുന്നത്. ഇതാണ് എൻ്റെ പല്ലു പോർഷൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസ് നമുക്ക് നോർമലി ഈ ഒരു ഓർഗൻസയിലൊക്കെ വരുമ്പോൾ ചെറിയൊരു സ്കാലപ്പൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതിനൊക്കെ ഡിഫറെൻറ്റ് ലുക്കാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ഇതിൽ നമുക്ക് സാരിയിൽ വരുന്ന അതേ സെയിം വർക്ക് തന്നെ ബ്ലൗസിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ലീവ്സ് എല്ലോരെ സ്ലീവ്സൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് കേട്ടോ സെക്കൻഡ് ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ക്ലൗഡി ബ്ലൂ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ആ ഒരു സെയിം വർക്ക് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാരിയിൽ നിന്നും ഒരു ടോൺ ലൈറ്റർ ടോണിലാണ് ആ സ്വീക്കൻസി വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. നമുക്ക് ബോഡി നോക്കുകയാണെങ്കിൽ ബോഡിയിൽ ഫുള്ളും നമുക്ക് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്, സോളിഡാണ്. ബോഡി ഫുള്ളും നമുക്ക് സോളിഡ് വന്നത് കൊണ്ടാണ് ഈ ഒരു അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസിലും ഒരു സെയിം വർക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഒരു നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഒരു റിസപ്ഷൻ വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബ്രൈഡ്സിന് റിസപ്ഷനൊക്കെ ആകുമ്പോൾ കൂടുതലും ഈവനിങ് പാർട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈവനിങ് ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ ഇപ്പോൾ ബ്രൈഡ്സിനായിക്കോട്ടെ യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ അമ്മമാർക്കായിട്ടോ എല്ലാവർക്കും ചേർന്ന് പോകുന്നൊരു സാരിയും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 699 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 6699 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഒരു ഡയമണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ പേളിൻ്റെയൊക്കെ ജ്വല്ലറി ഇട്ട് പെയർ ചെയ്താലും കുറച്ചും കൂടെ ഒന്ന് ക്ലാസി ലുക്ക് കൊണ്ടുവരുന്ന സാരി കളക്ഷനും കൂടെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.